എം.എസ്. വേണുഗോപാൽ രാഹുൽ ഗാന്ധി ഓരോ ദിവസവും ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം വിദേശമന്ത്രി എസ് ജയശങ്കറിനെതിരെയാണ് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോൾ ആ ചോദ്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ള പുതിയ ചോദ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജെ എന്നുള്ള ഒരു സംബോധനയാണ് ജയശങ്കറിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ജെ എന്ന് സംബോധന ചെയ്യുകയാണ്. അതൊരു പരിഹാസമാണല്ലോ. എന്താണ് ജെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ അതിന് മറുപടി പറയുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളും വരുന്നുമുണ്ട്. ശരിയാണോ രാഹുൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും ശരിയല്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധസമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മളെ ഇകഴ്ത്തിക്കെട്ടാനായിട്ട് പാകിസ്ഥാൻ അവരുടെ ആവനാഴിയിലെ അവസാനത്തെ ആയുധം വരെ എടുത്ത് പ്രയോഗിക്കുന്നു. ഇന്ത്യയിലെ നേതാക്കളുടെ ശബ്ദം, ഇന്ത്യയിലെ നേതാക്കളുടെ വാക്ക് ഒക്കെയാണ് അവർ ലോകത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പോകാൻ പാടില്ല. അത് രാജ്യത്തിന് ദോഷം ചെയ്യുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ വളരെയധികം, ശ്രീ ജയശങ്കർ ആകട്ടെ, വളരെയധികം പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ ഫേസ് നമുക്ക് നിലനിർത്തുന്നതിന്. അതുപോലെ നമ്മൾ ചെയ്ത എഫേർട്ട് എന്തായിരുന്നു, നമ്മൾ പാകിസ്ഥാനുമായിട്ട് നടത്തിയ അത് വാറായിരുന്നോ അതോ ടെററിസത്തിനെതിരായ വാറായിരുന്നോ എന്നുള്ളത് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പാകിസ്ഥാനാണെങ്കിൽ ഇത് ഞങ്ങളെ അറ്റാക്ക് ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്നത് ടെററിസത്തിനെതിരായ വാറാണെന്ന്. അത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇത്തരം കണക്കുകൂട്ടലുകൾ വരുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിൽ പറയുന്നത്, ഇന്നലെയാണ് അദ്ദേഹം ഈ ട്വീറ്റ് കുറിച്ചിരിക്കുന്നത്. അതിന് മുൻപത്തെ ട്വീറ്റുകൾ അദ്ദേഹം ഓരോ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയ ട്വീറ്റുകളാണ് വരുന്നത്. വൈ ഹാസ് ഇന്ത്യ ബീൻ ഹൈഫനേറ്റഡ് വിത്ത് പാകിസ്ഥാൻ? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതിപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണമാണല്ലോ. ഇന്ത്യയെ പാകിസ്ഥാനുമായി ലോക രാജ്യങ്ങൾ താരതമ്യം ചെയ്ത് പറയാൻ തുടങ്ങി. അതായത് ഇന്ത്യക്ക് ഒരു മേൽക്കൈ അവിടെ കിട്ടുന്നില്ല എന്നാണല്ലോ ആ വാദം. പിന്നെ പറയുന്നത് വൈ ഡിഡ്ന്റ് സിംഗിൾ കൺട്രി ബാക്ക് അസ് ഇൻ കണ്ടംനിങ് പാകിസ്ഥാൻ എന്നാണ്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യക്ക് പിന്തുണ നൽകുന്നില്ല ഒരു രാജ്യവും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പിന്നെ ഹു ആസ്ക്ഡ് ട്രംപ് ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? അത് നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ ഒരു പുതിയ രീതിയിലുള്ള അവതരണവുമാണ്. ഇതെല്ലാം മറുപടി അർഹിക്കുന്ന കാര്യങ്ങളാണല്ലോ, ആണോ? കാരണം ഇത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാക് മീഡിയകൾ ഇപ്പോൾ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. നോക്കൂ, ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ കാര്യമാണ്. അതേ സമയത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി സംഘത്തെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ മീഡിയകൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. കാരണം പാകിസ്ഥാന്റെ അതേ വാചകങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിന്നീട് നിഷേധിക്കേണ്ടി വരും. നമ്മുടെ വേൾഡ് എമ്പാടുമുള്ള നമ്മുടെ ശബ്ദം ഇന്ത്യയുടെ ശബ്ദവും ഇന്ത്യയുടെ ഒറ്റക്കെട്ടായ ശബ്ദവുമാണെന്ന് നമ്മൾ പറയുകയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വേറൊരു ശബ്ദം പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് പിന്നീട് നിഷേധിക്കേണ്ടതായിട്ട് വരികയും അങ്ങനെ നിഷേധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പണ്ട് ജസ്വന്ത് സിംഗ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ കാലത്തെടുത്തിട്ടുള്ള പല നയങ്ങളും ഐഡിയോളജിസ്റ്റ് എന്ന നിലയ്ക്കായിരുന്നു. ഒരു തത്വസംഹിത, ഒരു ഫിലോസഫി എന്ന നിലയ്ക്ക് മാത്രമാണ് അവർ പിന്നെ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടുള്ളതും മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതും. അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ നമുക്ക് വളരെ വലുതാണ്. അത് ജവഹർലാൽ നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയും അത് ആവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പല കാലഘട്ടങ്ങളിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം 1998 നമ്മൾ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചപ്പോൾ മുതലാണ് ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള ഒരു തിയറിയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷിതത്വമാണ് പ്രധാനം എന്ന ഒരു തിയറിയിലേക്ക് നമ്മൾ വന്നത്. 1988 രാജീവ് ഗാന്ധി ബൻസീർ ഭൂട്ടോയുമായിട്ട് പിന്നെ ആണവ കരാറിൽ ഏർപ്പെടുകയും നമ്മൾ രണ്ടു കൂട്ടരും ആണവ യുദ്ധം നടത്താനുള്ള അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ പരസ്പരം പോരടിക്കാനായിട്ട് എടുക്കുകയില്ലെന്ന് നമുക്ക് തീരുമാനമുണ്ടാക്കി. പക്ഷേ അതെല്ലാം പൊളിച്ചുകൊണ്ടല്ലേ ഇപ്പം പിന്നെ കഴിഞ്ഞ തവണ നടന്ന പിന്നെ സമാനമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പറഞ്ഞത്, ഞങ്ങൾ ആവശ്യം വന്നാൽ ഞങ്ങൾ ന്യൂക്ലിയർ പവറാണ്, ഞങ്ങളത് ഉപയോഗിക്കുമെന്നാണ്. ഇതുപോലെ പിന്നെ നമ്മൾ ഒരു രാജ്യത്തെ മാത്രമല്ല പല രാജ്യങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള എഗ്രിമെൻറ്റുകളൊക്കെ എന്താണ്, ഈ ശ്രീലങ്കയിൽ നമ്മൾ നടത്തിയ എഗ്രിമെൻ്റ് ആണ് IPKF എന്ന് പറഞ്ഞ്.
അവിടെ നമുക്ക് വന്ന നാശം എത്രയാണ്? 1200 പട്ടാളക്കാരാണ് നമ്മൾ വെറുതെ പോയി ശ്രീലങ്കയിൽ മരണമടഞ്ഞത്. അതുപോലെ തന്നെ 3500 പേർക്ക് പരിക്ക് പറ്റി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? LTTEയുടെ കേന്ദ്രമായിരുന്ന ജാഫ്ന നമ്മുടെ ആർമിയെ വെച്ച് പിടിച്ചടക്കുകയാണ് ചെയ്തത്. പിടിച്ചടക്കി അത് ശ്രീലങ്കയിൽ കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് വല്ല നേട്ടവും ഉണ്ടായോ? അത് കഴിഞ്ഞിട്ടും നമ്മളുമായിട്ട് ഇപ്പോൾ അവർ പൂർണ്ണമായിട്ടും ഒരു ഫ്രണ്ട്ലി കരാറിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലേക്കോ എത്തിയോ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് പലപ്പോഴും ആയിട്ട് കോൺഗ്രസിന് വന്നിട്ടുള്ള പിടിപ്പുകേടുകളാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. കാശ്മീർ ഇഷ്യൂ പോലും അതാണല്ലോ. കാശ്മീർ ഇഷ്യൂ എന്താണ്? കാശ്മീർ ഇഷ്യൂ നമ്മൾ 47 വാറുണ്ടായി കഴിഞ്ഞ് നമ്മളത് 49 ഇവർ ആ വിഷയം നമ്മൾ കൊണ്ടുവന്ന് UN ഇടുകയാണ് ചെയ്തത്. ആ UN ഇട്ടപ്പോൾ അന്ന് VK കൃഷ്ണമേനോൻ പറഞ്ഞതാണ്, നമുക്ക് ആവശ്യമില്ല, നമുക്കൊരല്പം 6 മാസം താമസിച്ചാൽ നമുക്കൊരു ആർമി ഉണ്ടാക്കി, ആ ശക്തമായൊരു ആർമിയാക്കി അവരെ തിരിച്ചടിക്കാമെന്ന്. അപ്പോൾ അത് ചെയ്യാതെ അവിടെ കൊണ്ടുപോയിട്ടു. അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? പാകിസ്ഥാൻ ഇതിനെ കാര്യമായിട്ട് അവർ വാദിക്കുകയും UN നിന്ന് അവർക്ക് അനുകൂലമായിട്ടൊരു വിധി കിട്ടുകയും ചെയ്തു. കാശ്മീരിലെ ജനത വോട്ടിനിട്ട്, അതായത് ഹിതപരിശോധന നടത്തി എവിടെ പോകണമെന്ന് തീരുമാനിക്കട്ടെ എന്ന്. അതെന്തൊരു അപകടകരമായ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അവർ ജമ്മുവിലെ പണ്ഡിറ്റുകളെ അവിടെ നിന്ന് ഓടിക്കാൻ തയ്യാറായത്. കാരണം വെച്ചാൽ അവിടെ എണ്ണം മാക്സിമം കുറയ്ക്കണം, എന്നിട്ട് കാശ്മീരിലെ പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവരുടെ എണ്ണം കൂട്ടണം. ഇതെല്ലാം പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളാണ്. ഇതെല്ലാം നമുക്ക് നഷ്ടമായും നമുക്ക് ദോഷമായുമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ 62-ലെ സിംല കരാർ, ആ സിംല കരാറോട് 72-ലെ സിംല കരാർ, ഇതോടുകൂടി നമുക്ക് POK കുറിച്ച് നമുക്ക് അവകാശപ്പെടാൻ കഴിയാതായി. POK നമ്മുടേതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ UN-ലൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് POK എന്തുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുത്തില്ല എന്നുള്ളതാണ്. കാരണം അതിനു മുൻപ് എന്തുകൊണ്ട് ഈ സംഘർഷം ലഘൂകരിക്കുവാനും നിർത്തുവാനും സീസ് ഫയറിന് എന്തുകൊണ്ട് ഇന്ത്യ തയ്യാറായി എന്നുള്ള ചോദ്യവും കോൺഗ്രസ് നേതാക്കൾ ഒരു സെക്കൻഡ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന